2025 ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ്. പൂർവ്വച്ചാണ് മാറുന്നത്. അപ്പോൾ അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫലം പറയുമ്പോൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനിയും. കാരണം ശനി ഒരു 2.5 വർഷത്തോളം ഒരു രാശിയിൽ നിൽക്കും, വ്യാഴം ഒരു വർഷത്തിൽ നിൽക്കും. അതുകൊണ്ട് അതിൻ്റെ ഫലം കുറേ കാലം ഉണ്ടാകും. മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം വേഗം മാറുന്നതുകൊണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മോശമായിരിക്കാം, അടുത്ത നല്ലതായിരിക്കാം, അങ്ങനെ പെട്ടെന്ന് ഉണ്ടാകും. പക്ഷേ ഇതല്ല, ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട്, കുറേ കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ഏകദേശം 1-2 മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറ് വെച്ച് മാറുകയാണ്. ഭാവം വെച്ചല്ല, ഭാവം വെച്ചിട്ടാണ്. കൂറ് വെച്ചെന്ന് പറഞ്ഞാൽ 2.25 നക്ഷത്രത്തിനാണ്, ഒന്നിച്ച് പറയുകയാണ്. കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും ഭാവം വെച്ചിട്ട് നോക്കിയിട്ട് തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം. അപ്പം ഭാവം വെച്ച് ചിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളുടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ സൂക്ഷ്മമായി നോക്കുമ്പോൾ, അപ്പോൾ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്നതനുസരിച്ച് 2025 ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ്. കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത്. അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അനുസരിച്ച് ഉള്ള ഫലം, ചിലവർക്ക് ഒന്ന് നല്ലയിടത്ത് ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക, ചിലവർക്ക് ചിലപ്പോൾ 2 നല്ലതിടത്തേക്ക് വന്നെന്ന് വരും, ചിലവർക്ക് 2 മോശത്തിലേക്ക് പോയെന്ന് വരും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും. പക്ഷേ കൂറ് വെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത്, ഓരോ നക്ഷത്രം എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും. അങ്ങനെ ഈ 2025, ഇനിയുള്ള 2025, കാരണം വ്യാഴം ഏകദേശം 1 വർഷത്തോളമാണ് നിൽക്കുന്നത്. ശനി എന്ന് പറഞ്ഞാൽ പിന്നെയും കുറേ കാലം നിൽക്കും. അപ്പോൾ ഈ 2025 ഇനിയുള്ള മാസങ്ങളുടെ ഫലമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ വെച്ചോളണം. കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം എടുത്തുകൊണ്ടാണ്. അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല, മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതേപോലെ 100% ഇതേപോലെ ആകുന്നൊന്നും ചിന്തിച്ചേക്കരുത്. അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത്. മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളെല്ലാം ഉണ്ട്. യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോൾ മലയാള രാശിചക്രം വെച്ചാണ് പറയുക. എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നായതുകൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി 1 തൊട്ട് 31 വരെയൊന്നും കണക്കാക്കണ്ട. കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും വരെ പോകാം, അങ്ങനെ ചിന്തിക്കണം. അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കൃത്യ ഡേറ്റ് വെച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചിലവർക്ക് ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നു വരും. ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയുടെ ആദ്യ ഭാഗത്തായിരിക്കും ഫലം. ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ നേരത്തിലാണ് ഇവിടെ പറയുന്നത്. പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം മേടം ഇടമെന്നെല്ലാം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി, പക്ഷേ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത്. ആ തരത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഓരോ വർഷത്തിലും വെച്ച് നമുക്ക് നോക്കാം. ഇവിടെ ചതയം നക്ഷത്രക്കാർക്ക് ഇനിയുള്ള മാസങ്ങൾ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാര്യങ്ങളാണ് 2025 ഫലം. ശനിയുടെയും വ്യാഴൻ്റെയും മാറ്റമനുസരിച്ചാണ് പറയാൻ പോകുന്നത്.
ശനി കുറച്ച് മോശമായിട്ടാണ് ഇനിയുള്ള കാലങ്ങളിൽ നിൽക്കുന്നത്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ല സ്ഥലത്തല്ല ശനി നിൽക്കുന്നത്. കുടുംബ ചെലവുകളെല്ലാം ഏറി വരും. വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ എടുത്തുകൊള്ളണം. വ്യാഴനാകട്ടെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വളരെ മോശ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതും കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം മോശമായിട്ടാണ് നിൽക്കുന്നത് ഏപ്രിൽ മെയ്. ഇപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങൾ പൊതുവേ ശനിയും വ്യാഴനും വളരെ മോശമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് കുടുംബപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കും. അതുകൊണ്ട് അവയൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ കാലമല്ല. വീട് നിർമ്മാണത്തിനെല്ലാം തടസ്സങ്ങൾ ഉണ്ടാകാം. മാതാവിന് ദിവസവും മാസങ്ങളും അത്ര നല്ലതൊന്നുമല്ല. എന്നാൽ അതിൻ്റെ ശേഷം മെയ്ക്ക് ശേഷം വ്യാഴം നല്ല സ്ഥലത്തേക്ക് വരുന്നുണ്ട്. മനസമാധാനം ഉണ്ടാക്കുന്ന തരത്തിൽ വ്യാഴം സഹായിക്കും. അപ്പം പിന്നെ വ്യാഴം നമുക്ക് കുറേ മാനസിക സമാധാനമെല്ലാം നൽകുന്ന തരത്തിലാണ് വ്യാഴം മാറുന്നത്. അപ്പം ശനിയുടെ ഒരു പരിധി വരെയുള്ള ദോഷം വ്യാഴനെ കൊണ്ട് നമുക്ക് മറികടക്കാൻ പറ്റും. ഇനി ഓരോ മാസം വെച്ചിട്ട് നോക്കാം. ഏപ്രിൽ മാസം വളരെ മോശമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം മോശമാണ്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. മാതാവിനും അത്ര നല്ല മാസമൊന്നുമില്ല. മെയ് മാസത്തിലാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. എല്ലാ കാര്യത്തിലും ഉത്സാഹം എല്ലാം കാണുമെങ്കിലും കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. ജൂൺ മാസം മനസമാധാനം കാണുന്നുണ്ട്. മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതായിട്ട് കാണുന്നുണ്ട്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. പക്ഷേ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല. ജൂലൈ മാസം മോശമായിട്ടാണ് കാണുന്നത്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം മോശമായിട്ട് തന്നെയാണ് കാണുന്നത്. ഓഗസ്റ്റ് മാസം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസമാധാനമുള്ള ഒരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. കേസ് വഴക്കെല്ലാം അനുകൂലമായ തീരുമാനം ഉണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. എന്നാൽ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. മനസമാധാനം, ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണെങ്കിലും കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. സെപ്റ്റംബർ മാസത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങളും വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട്. ഒക്ടോബർ മാസത്തിൽ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം, ശത്രുത, തടസ്സങ്ങൾ കാണുന്നുണ്ട്. നവംബർ മാസം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ഡിസംബർ മാസം ജോലി കിട്ടാൻ, പ്രമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ഡിസംബർ. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. മനസമാധാനമുള്ളൊരു മാസമാണ്. ഇപ്പോൾ ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയൊരു മാസമാണ് ഡിസംബർ. എന്നാൽ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല മാസമല്ല ഡിസംബർ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ചതയക്കാർക്ക് കുടുംബപരമായിട്ട് അത്ര നല്ലൊരു മാസമല്ല ഇനിയുള്ള കാലം. കുടുംബ ചെലവുകളെല്ലാം നല്ലവണ്ണം നിയന്ത്രിക്കണം. അനാവശ്യ ചെലവുകൾ വരും. അതേപോലെ പരീക്ഷക്കെല്ലാം പോകുമ്പോൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ല ശ്രദ്ധ ആവശ്യമുള്ള ഒരു കാലമാണ് ഇനിയുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ചെലവ് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമുണ്ട്. അതുപോലെ അനാവശ്യ സംസാരങ്ങളെല്ലാം ഒഴിവാക്കാനും ശ്രമിക്കണം. എന്നാലും മെയ് കഴിയുമ്പോൾ വ്യാഴ സപ്പോർട്ടീവായിട്ട് വരുന്നു എന്ന് പറഞ്ഞു. അപ്പം വ്യാഴം കുറച്ച് മനസമാധാനം നൽകുന്ന തരത്തിലാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു പരിധി വരെ എല്ലാം മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ.
അപ്പോൾ ഒരു പരിധി വരെ വ്യാഴം നമുക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. ഏപ്രിൽ മെയ് ആണ് അപ്പോൾ കുറച്ച് പ്രയാസമുള്ളത്. ജൂൺ മുതൽ വ്യാഴം നമുക്ക് സപ്പോർട്ടീവായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കൂടുതൽ ഗുണം കാണുന്നത്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതായിട്ട് നമുക്ക് കാണാം.